നമ്മൾ ആരെയാണോ കൂടുതലായി സ്നേഹിക്കുന്നത്, ആ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായതായിരിക്കും നമ്മൾ ആ വ്യക്തിക്ക് കൊടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വിവാഹത്തിന് പോകാറുണ്ട്. വിവാഹത്തിന് പോകുന്ന സമയത്ത് നമ്മളെ ക്ഷണിച്ചിരിക്കുന്ന വ്യക്തികൾ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളാണെങ്കിൽ നമ്മൾ പോകുന്നതായ സമയത്ത് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് പോകും. കാരണം നമ്മൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ പേരിന് വേണ്ടി ഏതെങ്കിലും ഒരു സമ്മാനം വാങ്ങിക്കൊടുത്താൽ മതിയെന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും? ഇപ്പോൾ വലിയൊരു ക്ലോക്ക് ഉണ്ടെന്നിരിക്കട്ടെ. അത് കാണുവാൻ കുറച്ച് വലിപ്പമുള്ള ക്ലോക്കായിരിക്കും. എന്നാൽ വില 100-300 രൂപയായിരിക്കും. അപ്പോൾ പറയും, ആ വലിയ ക്ലോക്ക് എനിക്ക് വേണം. എന്തുകൊണ്ടാണ്? ആ ഗിഫ്റ്റിൻ്റെ കവർ വലിയതായിരിക്കണം. കാണുമ്പോൾ നല്ല വലിപ്പമുണ്ടായിരിക്കും, എന്നാൽ അത്രയ്ക്ക് വിലയുള്ള സാധനം അതിൻ്റെ ഉള്ളിൽ കാണില്ല. കാരണം ആ വ്യക്തികളോട് നമുക്കുള്ളതായ സ്നേഹമാകട്ടെ, നമ്മുടെ അടുപ്പമാകട്ടെ അത്രയ്ക്കേ ഉള്ളായിരിക്കും. സന്ദർശന സമയത്ത് ചില അമ്മമാർ വന്നിട്ട് പറയാറുണ്ട്, ദേവദാസ, അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ മധുരം കഴിക്കുക, അല്ലെങ്കിൽ ഈ ലഡു നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയതാണത്, നിശ്ചയമായിട്ടും കഴിക്കണം എന്ന് പറയും. അങ്ങനെ എനിക്ക് വേണ്ടി മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാറുണ്ട്. ഞാനത് ഇരുന്ന് കഴിക്കുമ്പോൾ എൻ്റെ മക്കൾ പറയാറുണ്ട്, ഡാഡി, ഈ ലഡു വളരെ രുചികരമാണല്ലോ, വളരെ നന്നായിരിക്കുന്നു. ഇങ്ങനെ എൻ്റെ മക്കൾ എന്നോട് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവരോട് പറയും, എന്താണെന്നറിയാമോ, ഈ ലഡു ഇല്ലേ, നമുക്കുണ്ടാക്കി തന്നതായ ഈ ലഡു, ഇത് തന്നവരുടെ സ്നേഹം ഇതിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് വളരെ നല്ലതാണ്, വളരെ രുചികരമാണ്. എന്തുകൊണ്ടെന്നാൽ അവർ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കിക്കൊടുത്താൽ അത് വളരെ സ്നേഹത്തോടെ ഉണ്ടാക്കിക്കൊടുക്കും. ആ സ്നേഹം അതിൽ കാണാൻ കഴിയും. കയീൻ ദൈവത്തെ സ്നേഹിക്കേണ്ടും വണ്ണം സ്നേഹിച്ചിരുന്നില്ല. ദൈവത്തിനു വേണ്ടി യാഗം അർപ്പിച്ചപ്പോൾ പേരിനു വേണ്ടി എന്തെങ്കിലും യാഗമായി കൊടുക്കണമല്ലോ എന്ന രീതിയിലാണ് കൊണ്ടുകൊടുത്തത്. ഈയൊരു മനോഭാവത്തിലാണ് തനിക്ക് ലഭിച്ചതായ ഫലത്തിൽ നിന്ന് കുറച്ച് പഴങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗമായിട്ട് കൊണ്ട് സമർപ്പിച്ചത്. എന്നാൽ ഹാബേൽ ദൈവത്തെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് എന്താണ് ചെയ്തത്? തൻ്റെ ആടുകളിൽ നിന്ന്, കടിഞ്ഞൂലായി ജനിച്ചവയിൽ നിന്ന് തടിച്ചുകൊടുത്ത ഒരു ആടിനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് ഹാബേൽ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വളരെ ശ്രേഷ്ഠമായ യാഗമാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ആ സ്നേഹം പ്രവൃത്തിയിൽ കൂടി കാണിക്കും. എങ്ങനെയാണ് കാണിക്കുന്നത്? സ്തോത്രകാഴ്ച രൂപത്തിലായിരിക്കും കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ കയീനെപ്പോലെയാണോ നിങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രകാഴ്ചകൾ അർപ്പിക്കുന്നത്? അതോ ഹാബേലിനെ പോലെയാണോ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രകാഴ്ച നിങ്ങൾ അർപ്പിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാനത് പഠിച്ചതായ കാര്യമാണ്. നമ്മുടെ കയ്യിൽ തന്നെ വയ്ക്കുന്നതിനേക്കാൾ അത് ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമായിട്ട് മാറില്ല. നമ്മുടെ കയ്യിലുള്ളത് കള്ളൻ മോഷ്ടിച്ചേക്കാം, അല്ലെങ്കിൽ അനാവശ്യമായി ചെലവായി പോയേക്കാം. എന്നാൽ എന്താണോ നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നത്, അതുമാത്രമാണ് അനുഗ്രഹിക്കപ്പെടുന്നത് എന്നുള്ളതായ സത്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അനേകായിരം ആളുകൾക്ക് അവിടെ ആഹാരം ആവശ്യമായി വന്നപ്പോൾ യേശുക്രിസ്തു ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൊണ്ടുവരീൻ. അപ്പോൾ ഒരു ബാലൻ്റെ കയ്യിലുണ്ടായിരുന്നതായ 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. എന്താണോ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തത്, അതിനെ യേശു കർത്താവ് 5 അപ്പവും 2 മീനും കൈകളിലെടുത്ത് അതിനെ അനുഗ്രഹിച്ചു. ശേഷം ആയിരക്കണക്കിന് ആളുകൾക്ക് പങ്കുവച്ചു. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു ചെറിയ ബാലൻ്റെ കയ്യിൽ മാത്രമായിരുന്നോ അപ്പവും മീനും ഉണ്ടായിരുന്നത്? വന്ന അനേകം ആളുകളിൽ ഉണ്ടായിരുന്നിരിക്കാം. ഈ ആഹാരം യേശുവിൻ്റെ കയ്യിൽ കൊടുത്താൽ പിന്നെ ഞങ്ങളുടെ കാര്യം എന്താവും, ഞങ്ങളെന്ത് കഴിക്കും എന്നൊക്കെ അവർ വിചാരിച്ചൊളിപ്പിച്ചു വച്ചിരിക്കാം. ഇപ്പോൾ ഏതാണ് അനുഗ്രഹിക്കപ്പെട്ടത്? മറച്ചുവെച്ചതാണോ അനുഗ്രഹിക്കപ്പെട്ടത്? അതോ യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുത്തതാണോ അനുഗ്രഹിക്കപ്പെട്ടത്? നിങ്ങൾ തന്നെ പറയുക. യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുത്തതാണ് അനേകായിരം ആളുകൾക്ക് അനുഗ്രഹമായിട്ട് മാറിയത്. നീ എന്താണോ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നത്, അതിനെയാണ് ദൈവം 30, 60, 100 മേനിയായിട്ട് അനുഗ്രഹിക്കുന്നത്. പരിശുദ്ധനായ പിതാവെ, വളരെ വ്യക്തമായി ലളിതമായി ഞങ്ങളോട് സംസാരിച്ചുവല്ലോ. കയീൻ്റെ ജീവിതം ഒരിക്കലും ഞങ്ങൾക്ക് മാതൃകയായ ഒരു ജീവിതമായിരുന്നില്ല. എന്നാൽ അനേകർ കയീൻ്റെ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നവരാണ്. നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു.
കാഴ്ചകൾ സമർപ്പിക്കുന്നു, നിന്റെ വചനങ്ങൾ കേൾക്കുന്നു. എന്നാൽ പുറത്തിറങ്ങിയാൽ അവരുടെ ഇഷ്ടപ്രകാരമാണ് അവർ പലതും ചെയ്യുന്നത്. ഇതൊരിക്കലും നന്മയാവുകയില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താകുമെന്ന് കയീന്റെ ജീവിതത്തിൽ കൂടി നീ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. ഉള്ളതുകൊണ്ട് തൃപ്തിയോടെ ജീവിച്ച് സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിച്ചിരിക്കുന്ന അല്പകാലം എല്ലാവരുമായി സമാധാനത്തോടെ ആയിരിക്കും. അതുപോലെ ഞങ്ങൾക്ക് നീ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശ്രേഷ്ഠമായത് നിന്റെ സന്നിധിയിൽ കടന്നുവന്ന് നിന്നോടുള്ള നന്ദിയും സ്നേഹവും വെളിപ്പെടുത്തും. ഇങ്ങനെ ശ്രേഷ്ഠകരമായ ഒരു ആത്മീയ ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.